ഈ താമരശ്ശേരി ചുരത്തിൽ ഗതാഗത കുരുക്ക് വീണ്ടും ഉണ്ട് കേട്ടോ. ചുരത്തിലെ വാഹനങ്ങൾ തകരാറിലായി കിടക്കുന്നതാണ് ഈ ഗതാഗത കുരുക്കിനുള്ള കാരണം. ചുരം വഴി പോകുന്ന യാത്രക്കാർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ആകാശ് തരത്തിൽ വിവരങ്ങളുമായിട്ടുണ്ട്. ആകാശിനോട് ചോദിക്കാൻ നിലവിലെ സാഹചര്യം എന്താണെന്ന്. ആകാശേ, ഈ ചുരത്തിലെ വാഹനങ്ങൾ ഈ നിന്നു പോകുന്ന കാര്യം അത് ഈ 2 ദിവസം മുൻപാണ് ഒരു ലോറി അവിടെ പെട്ടുപോയി. നമ്മുടെ രതീഷ് അടക്കം ഒരു വാർത്ത എടുക്കാൻ പോയി 3-3.5 മണിക്കൂർ ആ ബ്ലോക്കിൽ പെട്ടുപോയത്. ഇത് നിത്യ സംഭവം എന്ന കണക്കേ നടക്കുന്നുണ്ട് ചുരത്തിൽ വാഹനങ്ങൾ നിന്നു പോകുന്നത്. അതിനൊപ്പം തന്നെ ഇന്നത്തെ അവസ്ഥ എന്താണ്? സെയ്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വാഹനങ്ങൾ തകരാറിലാകുന്നതാണ് താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്കിന് പ്രധാനപ്പെട്ട കാരണം. ഇന്ന് ചുരത്തിലെ 2 ഇടങ്ങളിലാണ് വാഹനങ്ങൾ തകരാറിലായത്. ഒന്ന് 6-ാം വളവിൽ ഒരു ലോറി കേടായി. ഈ ലോറി ഇപ്പോൾ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമത്തിലാണ് ചുരം സംരക്ഷണ സമിതിയും പോലീസും ചേർന്നിട്ട്. കൂടാതെ തന്നെ 4-ാം വളവിൽ ഒരു വാഹനം തകരാറിലായി എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. അതിനാലാണ് പുലർച്ചെ മുതൽ തന്നെ വൻ ഗതാഗത കുരുക്ക് ഇവിടെ പെട്ടിരിക്കുന്നത്. ആംബുലൻസും അവശ്യ സേവനങ്ങളും മാത്രമാണ് ഇതിലൂടെ ഇപ്പോൾ കടത്തിവിടുന്നുള്ളൂ. വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് തന്നെയാണ് തുടരുന്നത്. ചുരം സംരക്ഷണ സമിതിയും പോലീസും യാത്ര ചെയ്യുന്നവരെ ഇക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. വലിയ ഗതാഗത കുരുക്കുണ്ട് ഈ ഭാഗത്ത്.